പൂന്താനം ദർശിച്ച പുണ്യമായും കുറൂരമ്മ മടിയിൽ വച്ച മന്ദസ്മിതമായും മേൽപ്പത്തൂരിന് വാദരോഗ ദുരിതം തീർത്ത വാതാലയേശനായതും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ അച്യുതനായതും മള്ളിയൂരിന്റെ ഭാഗവതത്തിൽ അവതാര സ്വരൂപനായതും കണ്ണനാണ്. ആടകളെടുത്തരയാലിന്റെ കൊമ്പിലൊളിച്ചതും അമ്മ യശോദയറിയാതെ വെണ്ണ കട്ടുണ്ടതും അരമണി കിങ്ങിണികൾ കിലുക്കി ആനന്ദ നടനം പകർന്നതും പാഴ്മുളം തണ്ടിൽ നാദം പൊഴിച്ചതും കണ്ണനാണ്. മന്ദാരമാല കെട്ടിയ മഞ്ജുളയ്ക്ക് മാനസ്വേശ്വരനായതും അനുരാഗരാധയ്ക്ക് പ്രേമസ്വരൂപനായതും രുക്മിണിയെ സ്വയം വരിച്ച സൽപതിയായതും ശ്രീരംഗരാജനായ ഗോവിന്ദനായതും ഭക്തകുചേലന്റെ ഇഷ്ടസതീർത്ഥ്യനായതും ഭക്തഹൃദന്തങ്ങളിലേക്ക് നിസ്വാർത്ഥ ഭക്തിയുടെ വേണുഗാനം പകരുന്നതും കണ്ണൻ തന്നെയാണ്. കഥാമൃതമായ ഭാഗവതത്തിൽ അവതാരമാടിയ കണ്ണ കർമ്മകാണ്ഡങ്ങളിലൂടെ മഹാഭാരതത്തിൽ ദ്വാപരയുഗ പൊരുളായി നിറഞ്ഞ ഭഗവാനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന ഗീതോപദേശം നൽകിയ അങ്ങയെ പ്രണമിച്ചൊരുങ്ങുകയായി മണ്ണിതിൽ ആഘോഷങ്ങൾ. കണ്ണന്റെ മാറിലെ നിർമാല്യമാലയാകുവാൻ, കണ്ണന്റെ പാദത്തിലെ താമരപ്പൂവിതളാകുവാൻ, കണ്ണൻ ചൂടുന്ന മയിൽപീലിയാകുവാൻ കൊതിക്കാത്ത മാനസങ്ങളുണ്ടോ? കണ്ണനെ വരവേൽക്കാം നമുക്ക്. കൊഞ്ചുന്ന കിങ്ങിണി നാദങ്ങൾക്ക് കാതോർത്ത പാതയോരങ്ങളെ ഗോകുലമായൊരുക്കാം നമുക്ക്. അധർമ്മത്തിന്റെ കംസപ്പിറവികൾക്ക് നേരെ ധർമ്മത്തിന്റെ ചമ്മട്ടിയെടുത്ത സത്യസ്വരൂപന്റെ പാദങ്ങളിൽ പ്രണമിക്കാം നമുക്ക്. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാവട്ടെ. ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂർ.